ഈശ്വരസന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. സ്വപ്നങ്ങൾ ഭാവിയെക്കുറിച്ച് പറയുന്നു എന്നാണ് വിശ്വാസം. ജ്യോതിഷികളും മനഃശാസ്ത്ര വിദഗ്ധരുമൊക്കെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും സ്വപ്നങ്ങൾ നിഗൂഢമായതിനാൽ അതിനെ വിശദീകരിക്കുക എന്നതും വളരെ പ്രയത്നകരമാണ്. ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. സ്വപ്നങ്ങൾ ഭാവിയിലെ ഗുണകരമോ ദോഷകരമോ ആയ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. ചില സ്വപ്നങ്ങൾ കണ്ടാൽ വരാനിരിക്കുന്നത് നല്ല കാലമെന്നാണ് അർത്ഥമാക്കുന്നത്. അത്തരം സ്വപ്നങ്ങൾ എന്തെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. സ്വപ്നത്തിൽ കുതിരയെ സംബന്ധിച്ച് കാണുന്ന ഓരോ കാര്യങ്ങൾക്കും പല അർത്ഥങ്ങളാണുള്ളത്. കുതിരപ്പുറത്ത് കയറുന്നതായി സ്വപ്നം കണ്ടാൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് അർത്ഥം. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ജോലികൾ ഉടൻ പൂർത്തിയാകുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. കർമ്മരംഗത്ത് പുരോഗതിയും സാമ്പത്തികമായ നേട്ടങ്ങളും ഉണ്ടാകുമെന്ന് ഇത് കുറിക്കുന്നു. അതേസമയം കുതിരപ്പുറത്ത് നിന്ന് വീഴുന്നതായി സ്വപ്നം കാണുന്നത് അശുഭകരമാണ്. വലിയ നഷ്ടങ്ങൾ, പരാജയങ്ങൾ ഒക്കെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. കണ്ണാടിയിൽ മുഖം നോക്കുന്നതായോ പ്രതിബിംബം കാണുകയോ ഒക്കെ സ്വപ്നം കാണുകയാണെങ്കിൽ ശുഭസൂചനയാണ് ഇത് നൽകുന്നത്. ദാമ്പത്യ സൗഖ്യം, സന്തോഷം, ദാമ്പത്യ ജീവിതത്തിൽ സമൃദ്ധി എന്നിവയൊക്കെ അനുഭവിക്കും എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. അവിവാഹിതരായ പെൺകുട്ടികളാണ് ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നതെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ മാംഗല്യയോഗം പ്രതീക്ഷിക്കാം. അടുത്തത് മുടി, നഖം എന്നിവ വെട്ടുന്നത്. മുടി, നഖം എന്നിവ വെട്ടുന്നത് സ്വപ്നം കണ്ടാൽ ഭാവിയിൽ ഗുണകരമായി എന്തോ ഭവിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. ആസൂത്രണം ചെയ്ത പദ്ധതികൾ, ജോലികൾ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ സൂചനയാണ്. നഖം വെട്ടുന്നത് മാത്രമായി സ്വപ്നം കാണുന്നത് കടദുരിതങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കും എന്നതിനെ സൂചിപ്പിക്കുന്നു. അതേസമയം സ്വയം മുടിവെട്ടുന്നതായി സ്വപ്നം കാണുന്നത് ദോഷമാണ്. വരവിനേക്കാൾ ചെലവുകൾ വർദ്ധിക്കും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തത് മഴ. സ്വപ്നത്തിൽ കാർമേഘങ്ങൾക്കൊപ്പം മഴ പെയ്യുന്നത് കണ്ടാൽ ശുഭസൂചനയാണ് ഇത് നൽകുന്നത്. പഴയ നിക്ഷേപങ്ങൾ, സമ്പാദ്യങ്ങൾ എന്നിവയിലൂടെയൊക്കെ ലാഭം പ്രധാനമാകും. പണമായോ ഭൂമിയായോ അത് ലഭിക്കും. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിലുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുമെന്നും പറയുന്നു. അതേസമയം കാർമേഘങ്ങൾ മാത്രം കാണുന്നത് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. അത് ഭാവിയിലെ ആശങ്കകളും സംശയങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് പറയുന്നു. അടുത്തത് വെറ്റില കഴിക്കുന്നത്. സ്വപ്നത്തിൽ വെറ്റില കഴിക്കുന്നത് കണ്ടാൽ അത് ശുഭകരമാണ്. അതായത് ഈ സ്വപ്നം കണ്ടാൽ ഐശ്വര്യം, സന്തോഷം, സമൃദ്ധി, സമ്പത്ത് എന്നിവയൊക്കെ പ്രധാനമാകും. കൂടാതെ അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ സാധിക്കുമെന്നും ഇത് കുറിക്കുന്നുണ്ട്. അടുത്തത് പൂർണ്ണചന്ദ്രൻ. സ്വപ്നത്തിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നത് ശുഭകരമാണ്. കുടുംബത്തിൻ്റെ ക്ഷേമം നിലനിൽക്കുമെന്നും സന്തോഷമുണ്ടാകുമെന്നും ഒക്കെയാണ് ഇതിൻ്റെ അർത്ഥം. കൂടാതെ കുടുംബാംഗങ്ങളുടെ പുരോഗതിയുടെയും വളർച്ചയുടെയും അടയാളമായിട്ടും ഈ സ്വപ്നത്തെ കണക്കാക്കാം. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.